സ്വപ്നം കാണുന്ന പെൺമനസ്സിനെ തടയാൻ ആർക്കും സാധിക്കില്ല. ആവേശം മാത്രമല്ല, ലക്ഷ്യബോധവും ഒത്തുചേരുമ്പോൾ വിജയം കൈവരിക്കുമെന്ന് തെളിയിച്ച പെൺ നക്ഷത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ഷോ ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്ന് റെഡ് കാർപ്പറ്റിന് നമ്മുടെ അതിഥികൾ നമ്മളെ കുറെ കൂടി സംഗീതത്തിന്റെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ പറ്റുന്ന 2 അതിഥികളാണ് ഇന്ന് വരാൻ പോകുന്നത്. സോ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം രാജലക്ഷ്മി ആൻഡ് രവിശങ്കർ. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും 2 പാട്ടുകാരെയാണ് ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് കിട്ടിയിരിക്കുന്നത്. പറയാലോ, ഉറപ്പായിട്ടും ഒരുപാട് പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരണം. നിങ്ങളുടെ പാട്ടുകളും വേറെ ആൾക്കാരുടെ പാട്ടുകളും വേറെ ഭാഷാ പാട്ടുകളും ഒക്കെ, പിന്നെ കുറച്ച് കുട്ടി ഗെയിംസ് ഒക്കെ കളിക്കണം. അത്രേ ഉള്ളൂ. ഭയങ്കര രസമായിട്ട് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ മനസ്സ് വെച്ചാ കളിച്ചിട്ട് കുറെ നാളായി. അതെ. അപ്പൊ ആ ഒരു കുട്ടിത്തം നിറഞ്ഞ ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ കുറച്ച് കഴിയുമ്പോൾ കൂട്ടിക്കൊണ്ടുപോകാം. സോ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ? യെസ്, റെഡി. ഓക്കെ. അപ്പൊ ആദ്യത്തെ എന്റെ ഒരു ചോദ്യം ഞാൻ രാജലക്ഷ്മിക്ക് അങ്ങ് കൊടുക്കാം. അതായത് ചോദ്യമല്ല, ഒരു വിശേഷമാണ്. നമുക്ക് എപ്പോഴും കേൾക്കാൻ ആഗ്രഹമുള്ള, അറിയാൻ ആഗ്രഹമുള്ള വിശേഷം. അത് നാഷണൽ അവാർഡിന് നോമിനേഷൻ കിട്ടി. കുട്ടി സ്ട്രാങ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു നോമിനേഷനിൽ വരെ എത്തി. ഫൈനൽ വരെ എത്തുമ്പോൾ ആ സമയത്ത് ചില കോൾസ് ഒക്കെ വന്ന് കാണുമല്ലോ. അപ്പോൾ ആ സമയത്തുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥ, ഒരു വെപ്രാളം, വിഭ്രാന്തി എന്നൊക്കെ പറഞ്ഞ ഒരു ഇതുണ്ടാവല്ലോ, അതെന്തായിരുന്നു? അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അയ്യോ, ആരും വിളിച്ചില്ല? അല്ല, കാരണം അത് ഞാൻ അറിഞ്ഞത് പത്രത്തിൽ നിന്നാണ്. അതുകൊണ്ട് അത് നാഷണൽ അവാർഡിന് എൻ്റെ പാട്ട് പോയതോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു. കുട്ടി സ്രാങ്കിലെ ആലാപനത്തിന് രാജലക്ഷ്മി എന്ന ഗായിക അവസാന റൗണ്ട് വരെ പരിഗണിച്ചിരുന്നു എന്ന്. അപ്പോഴാണ് ഈ പറഞ്ഞ, അപ്പോഴെനിക്കിങ്ങനെ അയ്യോ, അതൊരു ഭയങ്കര അതിശയം. അപ്പോൾ അങ്ങനെ പേപ്പറിൽ എൻ്റെ പേര് വന്നോണ്ട് അപ്പോൾ ഒരുപാട് പേര് വിളിച്ചു. അയ്യോ, ഇതൊരു വലിയ കാര്യമാണല്ലോ ഇത്രയും എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ. അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമാക്കി അല്ലെ? അവസാനം വരെ മത്സരിച്ച് നമ്മൾ ആ ഒരു സമ്മാനത്തിലേക്ക് എത്തി. അത് പ്രതീക്ഷയുണ്ടായിരുന്നു? അതായത് ഈ ഒരു പാട്ട് സ്റ്റേറ്റ് അവാർഡിന് അയക്കുന്നു അല്ലെങ്കിൽ നമുക്ക് കിട്ടും, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അതും എനിക്ക് അങ്ങനെ ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡിനൊക്കെ പോകുമ്പോൾ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് ന്യൂസിലൂടെ വരുമല്ലേ. ആ സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റേറ്റ് അവാർഡിന് പോയതും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഒരു തവണ ഇതിൻ്റെ ഡയറക്ടർ അദ്ദേഹം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് എൻ്റെ പേര്, ഫുൾ നെയിം, അപ്പോഴും എനിക്ക് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് അവിടെ സദ്യ ഉണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അനൗൺസ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അമൃത TV-യിൽ വർക്ക് ചെയ്യണ ഷിബു ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, എടേ രാജലക്ഷ്മി നിൻ്റെ ഭാര്യ അല്ലാതെ വേറെ വല്ല പാട്ടുകാരികളുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല. എന്നാ അവക്കാണ് സ്റ്റേറ്റ് അവാർഡ്. അടിച്ചു പോലെ. നമുക്ക് എന്തായാലും അവാർഡ് കിട്ടിയ പാട്ട്, ജനകൻ സിനിമയിലെ ആ പാട്ട് ഒരു 2-3 വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഒളിച്ചിരുന്നേ, ഒന്നിച്ചൊളിച്ചിരുന്നേ, മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ, മിണ്ടിപ്പറഞ്ഞേ, എന്തോ മെല്ലെ പറഞ്ഞേ, ചുറ്റിപ്പായും വണ്ടോടൊപ്പം മൂളിപ്പറന്നേ, മഞ്ഞു പൊഴിഞ്ഞേ, എൻ മനം നിറഞ്ഞേ, നെയ്തലാമ്പലായോർമകൾ ഒന്നിച്ചിരുന്നേ, അന്നേ ഒന്നിച്ചിരുന്നേ, തിന്നല്ലന്നല്ലോ ഞാലിന്മേൽ ഒന്നിച്ചിരുന്നേ. എന്തായാലും സന്തോഷം നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് പാടുന്നതിന്. ഈ രവിശങ്കർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ, ആ പാട്ടുകാരൻ, നമുക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്ന പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാണിക്കക്കല്ലിലെ ചെമ്പരത്തി, മറ്റേ കമ്മലിട്ട ആ പൊട്ടു തൊട്ട ആ സുന്ദരിയുടെ ആ പാട്ട്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഞാൻ ജസ്റ്റ് ട്രാക്ക് പാടി തുടങ്ങുന്ന സമയം അപ്പം മുതൽ എനിക്ക് ജയചന്ദ്രൻ ചേട്ടനെ അറിയാം. ചേട്ടൻ അന്ന് കൂടുതലും ഗായകനായിട്ട് TV-യിലും ഒക്കെ വരുന്ന ആ സമയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് ചേട്ടൻ ഈ സിനിമയുടെ കമ്പോസിങ് വേളയിലേക്ക് എന്നെ കൂടെ വിളിച്ചിരുന്നു.
ഒരു 5 ദിവസം ഫ്രീ ആണോ എന്ന് നമുക്ക് കൊച്ചിയിൽ പോയി ഈ പാട്ട് മാണിക്കക്കലിൻ്റെ കമ്പോസിങ് എന്ന് പറഞ്ഞാൽ കമ്പോസിങ് സമയത്ത് ഞാനുണ്ട്. അത് കഴിഞ്ഞ് കമ്പോസിങ് വൈൻഡപ്പ് ചെയ്തു, റെക്കോർഡിങ്സ് ഒക്കെ തുടങ്ങിയ സമയത്താണ് ഈ പാട്ട് മാത്രം ജസ്റ്റ് ഒന്ന് ചുമ്മാ വന്നൊന്ന് പാടി നോക്ക്. സിനിമയിൽ ഇത് അഷ്വറൻസ് ഒന്നും നമുക്ക് ആ ഒരു സ്റ്റേജിൽ ഇല്ലല്ലോ. ജസ്റ്റ് ഒന്ന് പാടി അത് പിന്നീട് ആ സിനിമയുടെ ക്ലോസർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കേട്ടു. അവർക്ക് വളരെ ഹാപ്പിയായി എന്ന് പറഞ്ഞു. ജയചന്ദ്രൻ ചേട്ടനും മോഹൻ സാറിൻ്റെ ഒക്കെ ഒരുപാട് സപ്പോർട്ടുണ്ട്. അങ്ങനെയാണ് ആ വോയിസ് ഞാൻ എന്ന ഗായകനിലേക്ക് തീരുമാനിച്ച്. നമുക്ക് എന്തായാലും മാണിക്കക്കല്ല് ആ സോങ് അതും കൂടി കേൾക്കാം. ചെമ്പരത്തി കമ്മലിട്ട് കുപ്പിവള കൊഞ്ചലിട്ട് കാത്തു നിന്നതാര്, അന്തിവയിൽ പൊന്നെടുത്ത് 10 മുഴം പട്ടെടുത്ത് പാത്തു നിന്നതാര്, തെളിവാനിൽ നിന്ന മേഘം പനിനീരിൻ കൈക്കുടഞ്ഞു, അണിവാക പൂക്കുമീ നാളിൽ നാണം കൊണ്ട് ചെമ്പരത്തി ചെമ്പരത്തി കമ്മലിട്ട് കുപ്പിവള കൊഞ്ചലിട്ട് കാത്തു നിന്നതാര്, അന്തിവയിൽ പൊന്നെടുത്ത് 10 മുഴം പട്ടെടുത്ത് പാത്തു നിന്നതാര്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. അപ്പോൾ ഈ പാട്ടും ഇതിൻ്റെ വിഷ്വലും അങ്ങനെ കുറച്ച് ഓർമ്മകളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരിക്കും. ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലതാജി നമ്മളെയൊക്കെ വിട്ട് പോയൊരു സമയം. അപ്പോൾ ഒരു മ്യൂസീഷ്യൻസ് എന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ അവരുടെയൊക്കെ പാട്ടുകൾ എത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും? റൈറ്റ് ഫ്രം നമ്മുടെ ചൈൽഡ്ഹുഡിൽ മുതൽ കേട്ട് മനസ്സിലിങ്ങനെ തറച്ചു നിൽക്കുന്ന സംഗീത അനുഭൂതിയാണ് ശരിക്കും പറഞ്ഞാൽ ലതാ മങ്കേഷ്കർ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഞെട്ടലായിപ്പോയി എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. എന്നാലും ഇത്രയും വലിയൊരു ലെജൻഡ്, ഇത്രയും നമ്മളോട് നമ്മുടെ സംഗീതവും നമ്മുടെ മനസ്സിലെ സംഗീതം എന്താണെന്നൊക്കെ പറഞ്ഞു തരുന്ന ഗുരുസ്ഥാനീയരായിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ഒരു സിംഗർ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി എന്നുള്ള വാർത്ത എപ്പോൾ കേൾക്കുമ്പോഴും ദുഃഖകരമായ ഒരു സങ്കടമാണ്. എന്താണ് പലരും അതിന് പ്രതികരിക്കാൻ പറഞ്ഞാൽ പോലും സ്റ്റക്കാണ്, എന്ത് പറയണമെന്നറിയില്ല. അപ്പം രവിചേട്ടൻ പറഞ്ഞ പോലെ ഞാനും എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മൂമ്മയും അമ്മയൊക്കെ അവരുടെയൊക്കെ പാട്ട് അങ്ങനെയാണ് എൻ്റെ പാരമ്പര്യം. അപ്പോൾ അമ്മൂമ്മയൊക്കെ ലതാജിയുടെ പാട്ടുകളൊക്കെ പാടി നമ്മൾ ഇതിലേക്ക് വരണത് തന്നെ അങ്ങനെയാണ്. ലതാജി എനിക്ക് തോന്നുന്നു ലതാ മങ്കേഷ്കർ പോലുള്ള സിംഗേഴ്സ് ആണ് മറ്റുള്ള ഭാഷയിലെ സംഗീതം നമ്മുടെ മലയാളികൾക്ക് കൂടുതൽ പ്രിയങ്കരമാക്കി. അവരുടെ പാട്ടുകൾ ആർഡന്റ് ഫോളോവർ ഓഫ് ഹിന്ദി ഫിലിം സോങ്സ് ആൻഡ് ഹിന്ദി മൂവീസ് ആണ്. അപ്പോൾ എപ്പോൾ എവിടെ കേട്ടാലും അച്ഛനും ഈ പറഞ്ഞ പോലെ ഒരുപാട് പാട്ടുകൾ ഇപ്പൊ വിളിച്ചു ചോദിച്ചാലും പറയാവുന്ന ഹിന്ദി സോങ്സിന് അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം പണ്ട് മലയാളം പാട്ടുകളൊക്കെ പറയുന്ന മുമ്പ് ഹിന്ദി പാട്ടുകൾ അത്രയും പോപ്പുലർ ആയിരുന്നല്ലോ. നമ്മുടെ സൗത്തിലും ഹിന്ദി പാട്ടുകൾ ഇപ്പൊ റഫി സാബ് അല്ലെങ്കിൽ ലതാജി എന്നൊക്കെ പറഞ്ഞാൽ പ്രാണനാണ് ആൾക്കാർക്ക്. അപ്പം ഇങ്ങനെ ഒരു ഇനിയിപ്പോ ലതാജി നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ചത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രയും സങ്കടകരമായിട്ടുള്ളൊരു